ഈ പച്ചടിയിലെ കൊലപാതക കേസിലെ വിവരങ്ങളാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ഉണ്ടായിരിക്കുന്നു. പ്രതി എന്ന് കരുതുന്ന സജി പോലീസിന്റെ പിടിയിലായിരിക്കുന്നു. തൊട്ടുപക്കടയിലെ വീടിന്റെ പുറകിലെ ഒരു മലയ്ക്ക് പിന്നിൽ നിന്നുമാണ് ഇയാളെ പിടികൂടിയത് എന്നതാണ് വിവരം. ജെയിൻ എസ് രാജു നമുക്കൊപ്പം തുടരുന്നുണ്ട്. ജെയിൻ, ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു പ്രതികരണം ഇയാളെ പിടികൂടിയതുമായി ബന്ധപ്പെട്ട് കിട്ടുന്നുണ്ടോ? ഇയാൾ ഏതവസ്ഥയിലാണ്? കുറ്റസമ്മതം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എന്താണ് വിവരം? ഇപ്പോൾ ഈ പുറത്തേക്ക് കൊണ്ടുവരുന്നത് അവരുടെ മൃതദേഹങ്ങളാണല്ലേ? അനൂപ്, ഈ രണ്ടുപേരുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ മൃതദേഹങ്ങൾ രണ്ടും ആംബുലൻസിലേക്ക് കയറ്റിയിരിക്കുന്നു. പൂർണ്ണമായും അഴുകിയ നിലയിലാണ് മൃതദേഹങ്ങളുള്ളത്. അടുത്ത ബന്ധുക്കൾ മാത്രമാണ് ഈ മൃതദേഹം ഏറ്റുവാങ്ങാനായി ഇവിടെ എത്തിയിരിക്കുന്നത്. ഇനിയിപ്പം ഈ പോസ്റ്റ്മോർട്ടം പൂർത്തിയായിരിക്കുന്നു. ഇനി എങ്ങനെയാണ് ഈ കൊലപാതകങ്ങൾ നടന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടി വ്യക്തത വരും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ കേസിലെ വളരെ നിർണായകമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പ്രതിയാണ് എന്ന് സംശയിക്കുന്ന സജി പിടിയിലായിരിക്കുന്നു എന്നുള്ളതാണ്. ഇയാളെ ഇവരുടെ വീടിന് സമീപത്ത് നിന്ന് തന്നെയാണ് പിടികൂടിയിരിക്കുന്നത്. അയാളെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുകയാണ്. ഉടൻ ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ ചോദ്യം ചെയ്യലുണ്ടാകും. ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമേ എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ കൃത്യമായിട്ടുള്ളൊരു വിവരം ലഭ്യമാകൂ. എന്തായാലും ഈ കേസിലെ വളരെ നിർണായകമായിട്ടുള്ളൊരു കാര്യമാണ് സജി അവിടെ നിന്ന് എങ്ങും രക്ഷപ്പെടില്ല, അങ്ങോട്ടും പോകില്ല എന്ന് ഈ ബന്ധുക്കൾ നേരത്തെ തന്നെ പറയുന്നുണ്ടായിരുന്നു. സജി അവിടെ ആ പരിസരത്ത് എവിടെയെങ്കിലും ഒളിച്ചിരിക്കാനാണ് സാധ്യത എന്ന് ബന്ധുക്കളും സഹോദരിയും ഒക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇയാൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. കൂടാതെ ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സജിയുടെ പിതാവ് മാത്യു 2018 മുതൽ അദ്ദേഹത്തെ കാണാതായതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കൊലപാതകമാണോ എന്ന ഒരു സംശയം ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട്. നമ്മുടെ ദൃശ്യങ്ങൾ വാട്സാപ്പിലേക്ക് ലഭ്യമാണ് ദിവ്യേഷ്. അതോടൊപ്പം തന്നെ ഈ 2018 പിതാവ് മാത്യുവിനെ കാണാതായ സംഭവത്തിൽ ഇപ്പോൾ അന്വേഷണം വേണമെന്ന് സജിയുടെ സഹോദരി ആവശ്യപ്പെടുന്നുണ്ട്. കാരണം സജി സ്ഥിരമായി മദ്യപിക്കാറുള്ള ഒരാളാണ്. അപ്പം ഈ മദ്യപാനവും അതോടൊപ്പം തന്നെ മറ്റ് ലഹരി വസ്തുക്കളുടെ ഉപയോഗവും പിതാവായ മാത്യു ചോദ്യം ചെയ്തിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇവർ തമ്മിൽ ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പം ഈ ഒരു സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇനി പിതാവിനെ സജി എന്തെങ്കിലും ചെയ്തതാണോ, സമാനമായ രീതിയിൽ എന്തെങ്കിലും ചെയ്തതാണോ എന്നൊരു സംശയം ഇപ്പോൾ അടുത്ത ബന്ധുക്കൾക്കുണ്ട്. കാരണം 2018 അടിമാലിയിൽ നിന്നൊരു സ്വകാര്യ ബസ്സിൽ നെടുങ്കണ്ടത്ത് സജിയുടെ പിതാവ് മാത്യു എത്തിയിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹത്തെ കാണാതാകുന്നത്. അപ്പം അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അദ്ദേഹം ഒരു സുവിശേഷകനായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് കേസന്വേഷണത്തിനൊക്കെ അല്ലെങ്കിൽ പരാതി നൽകാനൊക്കെ ശ്രമിക്കുന്ന ഘട്ടത്തിൽ ഈ സജിയുടെ ഭാഗത്തുനിന്ന് വലിയ സഹകരണം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സഹോദരി പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സജി ഇനി എന്തെങ്കിലും പിതാവിനെ ചെയ്തതാണോ എന്നുള്ള ഒരു സംശയം അവിടെ നിലനിൽക്കുന്നു. പോലീസ് അതുമായി ബന്ധപ്പെട്ട അന്വേഷണം എന്തായാലും നടത്തുന്നുണ്ട്. സജിയെ കിട്ടിയാൽ ഇക്കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരും എന്ന് ഇടുക്കി SP ജില്ലാ പോലീസ് മേധാവിയും ഇന്നലെ പറഞ്ഞിരുന്നു. എന്തായാലും ഈ കേസിലെ വളരെ നിർണായകമായിട്ടുള്ള ഒരു കാര്യം സജി പിടിയിലായിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി എന്താണ് സംഭവിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. ഈ കൊലപാതകത്തിന് ശേഷം അതേ വീട്ടിൽ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുകയും മാംസം കഴിക്കുകയും ഒക്കെ ചെയ്തു എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ നായയുടെ കൂട് അവിടെ ഉണ്ടായിരുന്നില്ല. ഈ നായ എവിടെ നിന്ന് കിട്ടി, ഈ കൊലപാതകത്തിന് ശേഷമാണ് നായ എത്തിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ സഹോദരി പറയുന്നത് മുൻപ് ഒരു നായ വീട്ടിലുണ്ടായിരുന്നെങ്കിലും അത് ചത്തുപോയി. അതിനുശേഷം അവിടെ ഒരു നായ ഉണ്ടായിരുന്നില്ല. ഈ അടുത്ത ദിവസങ്ങളിലാണ് ഈ നായ എത്തിച്ചത്. അപ്പോൾ ഈ കൂട്, പട്ടിയുടെ കൂട്, നായയുടെ കൂട് മറ്റൊരു സ്ഥലത്താണ് ഇരുന്നത്. അത് ഈ മൃതദേഹം കുഴിച്ചിട്ട ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഈ മൃതദേഹങ്ങൾക്ക് സമീപത്തേക്ക് ആരും വരാതിരിക്കാൻ വേണ്ടിയാണോ ഇത്തരമൊരു കാര്യം ചെയ്തത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. ഇനി കൊലപാതകത്തിലേക്ക് നയിച്ച കാരണങ്ങൾ സംശയിക്കപ്പെടുന്നത് പ്രധാനമായിട്ടും ഈ മദ്യപിച്ച ശേഷം ഉണ്ടാകുന്ന തർക്കം തന്നെയാണ്. പ്രതിയെ കൊണ്ടുവരുന്ന ദൃശ്യങ്ങൾ ശരി, ജെയിൻ തുടരാം. അയാളെ ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുന്നു അല്ലേ? സ്വാഭാവികമായിട്ടും വൈദ്യപരിശോധനകൾ ആവശ്യമാണ്.